ഭൂമിയിലെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ പ്രദേശങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ. ഡെവിൾസ് ട്രയാങ്കിൾ എന്നും അറ്റ്ലാന്റിക് ഗ്രേവ്യാർഡ് എന്നും അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് കാണാതാവുന്ന കപ്പലുകൾക്കും വിമാനങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു എന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇവിടെ നടന്നിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ബർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യങ്ങളിലേക്കും ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളവരുടെ അനുഭവങ്ങളിലേക്കുമാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ബർമുഡ, ഫ്ലോറിഡ, പോർട്ടോറിക്ക എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയുള്ള ഒരു സാങ്കല്പിക ത്രികോണാകൃതിയിലുള്ള ഒരു സമുദ്ര പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ. ഇതുവരെ ഈ പ്രദേശത്ത് 100-ലധികം കപ്പലുകളും 75-ലധികം വിമാനങ്ങളും 1000-ലേറെ മനുഷ്യരെയും കാണാതായിട്ടുണ്ട്. പല സംഭവങ്ങൾക്കും തെളിയിക്കാവുന്ന സാക്ഷ്യങ്ങൾ പോലുമില്ല. ചിലത് പ്രകൃതി ദുർഘടങ്ങളാൽ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. എന്നാൽ പലതും ഇതുവരെ വിശദീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഇപ്പോഴും ഒരു അനന്തമായ ചോദ്യചിഹ്നമായി തുടരുകയാണ്. 1964 അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡിസാണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയാങ്കിൾ എന്നു പേരു നൽകിയത്. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസാണ് ഈ ദുരൂഹ പ്രദേശത്തെക്കുറിച്ച് ആദ്യമായി പറയുന്നത്. ആ പ്രദേശത്തു കൂടി പോകുമ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും വടക്കുനോക്കി യന്ത്രത്തിന്റെ സൂചികൾ ദിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹം തന്റെ യാത്രാവിവരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെക്കുറിച്ച് ഒരു രേഖകളും ലഭിച്ചിരുന്നില്ല. 1918 മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്സ് എന്ന 542 അടി നീളമുള്ള ചരക്കുകപ്പൽ ഈ പ്രദേശത്ത് കാണാതായി. ഇതിനുശേഷമാണ് പിന്നീട് ഈ പ്രദേശം വാർത്തകളിൽ നിറയുന്നത്. 1941 USSന്റെ തന്നെ USS പ്രോട്ടിയസ് എന്ന കപ്പലും 1 മാസത്തിനു ശേഷം USS നീറോസ് എന്ന കപ്പലും ഈ പ്രദേശത്ത് കാണാതായി. 1945 USSന്റെ ഫ്ലൈറ്റ് നമ്പർ 19 എന്ന വിമാനത്തിന്റെ തിരോധാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ദുരൂഹമായ സംഭവം. ഇതിനെ തിരഞ്ഞുപോയ അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതോടെയാണ് ഈ നിഗൂഢതയെക്കുറിച്ച് ലോകമറിയുന്നത്. കാണാതായ വിമാനത്തിന്റെ പൈലറ്റ് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എല്ലാം ദുരൂഹമായി തോന്നുന്നു. പടിഞ്ഞാറൻ ദിശ നിർണയിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കടൽ സാധാരണ ദൃശ്യമാകുന്നത് പോലെയല്ല ഇപ്പോഴുള്ളത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക്. ഇതായിരുന്നു ഫ്ലൈറ്റ് നമ്പർ 19ന്റെ ക്യാപ്റ്റനായിരുന്ന ചാൾസ് ടൈലറിന്റെ അവസാന വാക്കുകൾ. അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ US അന്വേഷണം അവസാനിപ്പിച്ചു. 1948 USന്റെ CC-3 യാത്രാ വിമാനവും ബ്രിട്ടീഷ് ഔറോ ടുഡോർ വിമാനവും ഇവിടെ വെച്ച് കാണാതായി. 1949 ജിയഗ്രി വിമാനവും 1969 SS മറൈൻ സൾഫർ ക്യൂനും 1969 സിൽവിയ എല്ലോസ എന്ന ചരക്കുകപ്പലും 1984 സെസ്ന എന്ന യാത്രാവിമാനവും ബർമുഡ ട്രയാങ്കിളിൽ അകപ്പെട്ടു. എന്നാൽ ബർമുഡ ട്രയാങ്കിളിൽ നിന്നും രക്ഷപ്പെട്ട ബ്രൂസ് ജെർണോൻ എന്ന പൈലറ്റ് പറഞ്ഞ തന്റെ അനുഭവങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. 1970 ഡിസംബർ 4 ബ്രൂസും തന്റെ പിതാവും ആന്ത്രോസ് വിമാനത്തിൽ നിന്നും മിയാമി ലക്ഷ്യം വെച്ച് ബൊനാൻസ A36 എന്ന തങ്ങളുടെ സ്വകാര്യ വിമാനത്തിൽ പറന്നുയർന്നു. അവർ യാത്ര ചെയ്യുന്നത് ബർമുഡ ട്രയാങ്കിളിനടുത്തുകൂടിയായിരുന്നു. എന്നാൽ അവിടെ കടലിന്റെ 500 അടി മാത്രം മുകളിലായി ഒരു മേഘക്കൂട്ടം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എയർ ട്രാഫിക് കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം ബ്രൂസ് തന്റെ വിമാനവുമായി കൂടുതൽ ഉയരത്തിലേക്ക് പറന്നു. ഉയരം കൂടുന്തോറും ആ മേഘക്കൂട്ടം കറുത്തിരുണ്ട വലിയ കാർമേഘങ്ങളായി മാറുന്നത് അവർ ശ്രദ്ധിച്ചു. അവർ ആ മേഘങ്ങൾക്കിടയിൽ പെട്ടുപോയെങ്കിലും 11,500 അടി മുകളിൽ വെച്ച് അവർ അതിൽ നിന്നും പുറത്തു കടന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ മുൻപിൽ കറുത്തിരുണ്ട മറ്റൊരു മേഘക്കൂട്ടം കാണപ്പെട്ടു. അതിനകത്തേക്ക് പോകുന്തോറും ഇരുട്ടും മിന്നലിന്റെ വെളിച്ചവും കൂടി വന്നു. അപകടം മനസ്സിലാക്കിയ ബ്രൂസ് വിമാനം 135 ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ച് അതിൽ നിന്നും പുറത്തു കടന്നപ്പോഴാണ് ആദ്യം കണ്ട മേഘക്കൂട്ടവും ഇതും ഒരു വൃത്താകൃതിയിലുള്ള ഒറ്റ മേഘക്കൂട്ടത്തിന്റെ അതിരുകളാണെന്ന് മനസ്സിലാക്കിയത്. ഏകദേശം 20 സെക്കൻഡിന് ശേഷം അവർ അതിൽ നിന്നും പുറത്തു കടന്നു. എന്നാൽ വിമാനത്തിലെ എല്ലാ നാവിഗേഷൻ ഉപകരണങ്ങളും തെറ്റായ വിവരങ്ങൾ കാണിച്ചു തുടങ്ങി. തുടർന്ന് ബ്രൂസ് മിയാമി വിമാനത്താവളത്തിലേക്ക് സഹായാഭ്യർത്ഥന നടത്തി. അവരിപ്പോൾ ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെയാണ് പറക്കുന്നതെന്ന സന്ദേശം ബ്രൂസിന് ലഭിച്ചു. പുറപ്പെട്ട് വെറും 3/4 മണിക്കൂറിൽ തന്നെ അവർ 250 മൈൽ അപ്പുറത്തുള്ള ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. തുടർന്ന് ഇന്ധന പരിശോധനയിൽ മിയാമിയിൽ വിമാനം എത്താൻ എടുക്കുന്നതിന്റെ പകുതി ഇന്ധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂവെന്ന് ബ്രൂസ് മനസ്സിലാക്കി. ഇത് ശാസ്ത്രലോകത്തിന് തന്നെ വെല്ലുവിളിയായിരുന്നു. 2016 കൊളറാഡോ സർവകലാശാല ഒരു പഠനം നടത്തി.
ബർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ചപ്പോൾ ഷഡ്ഭുജാകൃതിയിൽ മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തി. ഇവയ്ക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ വേഗതയുള്ള അതിശക്തമായ വായു പുറന്തള്ളാൻ കഴിയുമെന്നും പഠനത്തിൽ പറയുന്നു. ഹാരിക്കെയിൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റിന് 45 അടി ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനാകും. ഈ ഭീമൻ തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കൂടാതെ ഇതിനെക്കുറിച്ചുള്ള കെട്ടുകഥകളും ഏറെയാണ്. ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തുന്ന ആളില്ലാത്ത പ്രേതക്കപ്പലുകളാണ് അതിലൊന്ന്. പല നാവികരും ഇത്തരം കപ്പലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യവാസമില്ലാതെ രാത്രിയും പകലും ഇവയങ്ങനെ ഒഴുകി നടക്കും. കടലിൽ അലഞ്ഞുതിരിയുന്ന ഇത്തരം കപ്പലുകൾ കടൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമാണ്. ഇവയെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റു കപ്പലുകളിൽ നിന്ന് നോക്കിയാൽ ഭീമാകാരമായ രാക്ഷസ രൂപങ്ങളായി തോന്നുമത്രേ. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ഇവ മറ്റു ബോട്ടുകളുമായി കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1935 ഇങ്ങനെ കണ്ടെത്തിയ പ്രേതക്കപ്പലാണ് ലാ ദഹാമ. ഇതുപോലെ തന്നെ 1872 മേരി സെലസ്റ്റി എന്ന കപ്പലിനെയും 1955 കൊനമാറ എന്ന കപ്പലിനെയും 1921 കരോൾ ഡിയറിംഗ് എന്ന കപ്പലിനെയും കണ്ടെത്തിയിരുന്നു. അന്യഗ്രഹ ജീവികൾ ഇതുവഴി പോകുന്ന കപ്പലും വിമാനങ്ങളും ഒളിച്ചു കടത്തുന്നു എന്നതും ഈ കെട്ടുകഥകളിൽ മറ്റൊന്നായിരുന്നു. 1947 കെന്നത്ത് ആർണോൾഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കുംതളികകളെ കണ്ടിരുന്നെന്നും പറയപ്പെടുന്നു. ബർമുഡ മേഖലകളിൽ കാന്തിക ശക്തി കൂടുതലായതിനാൽ അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു. കൂടാതെ വെള്ളത്തിന്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീഥേൻ ഹൈഡ്രേറ്റ് വാതക സാന്നിധ്യമാണ് നിഗൂഢതയുടെ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ വാതകം സമുദ്രോപരിതലത്തോട് ചേർന്ന് പൊട്ടിത്തെറിക്കുകയും ഇതുവഴി ഉയർന്നു പൊങ്ങുന്ന വെള്ളം സമീപത്തുള്ള കപ്പലിനെ മുക്കിക്കളയുമെന്നാണ് മറ്റൊരു വാദം. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.